ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ തന്നെ മലപ്പുറം കോഡൂർ ഗ്രാമപഞ്ചായത്തിലടക്കം ആളുകൾ ഈ പറയുന്ന 10 മണി ആ ഒരു സമയത്തല്ല എത്തിച്ചേർന്നത് എന്നൊരു വിവരമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് പഞ്ചായത്തുകൾ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10-12ഓളം പഞ്ചായത്തുകൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 സ്ഥലത്ത് എത്ര പേര് സമയത്ത് എത്തിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ കണ്ടെത്തൽ? ആ സമയത്തും പകുതിയോളം സീറ്റുകളും ഒഴിഞ്ഞ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഓപ്പറേഷനിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് കൊള്ളാം, പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടർമാർ മനസ്സിലാക്കേണ്ടത് LSTD എന്ന വകുപ്പിൻ്റെ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ ജോലിയുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം. നിങ്ങൾ റിപ്പോർട്ടർമാർ ബ്യൂറോയിലല്ലേ? ബ്യൂറോയിലെ റിപ്പോർട്ടർ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ ഓഫീസിലെ കസേരയിലിരിക്കലാണോ പതിവ്? ആണോ? ജോലിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. എന്നിരുന്നാലും 10 മണിക്ക് ആ ഒരു ടൈമിന് കൃത്യമായി എത്തിച്ചേരുക എന്നുള്ള സാധനമുണ്ട്. അല്ല, കസേരയിൽ തന്നെ അല്ലല്ലോ ഇരിക്കാറുള്ളത്. എന്നിരുന്നാലും 10 മണിക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു ഞാൻ ചോദിക്കുന്നത്, രാവിലെ നിങ്ങൾക്ക് ഒരു പരിപാടി കവർ ചെയ്യാനുണ്ട്, 10 മണിക്ക് ഒരു പരിപാടിയുണ്ട്, ഓഫീസിൽ പോവോ? പരിപാടി കവർ ചെയ്യാൻ പോവോ? പരിപാടി ഓഫീസിൽ കവർ ചെയ്യും. എങ്ങനെ? പരിപാടി കവർ ചെയ്യും, പുറത്തുള്ള പരിപാടികൾ കവർ ചെയ്തതാണല്ലോ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തദ്ദേശ വകുപ്പിലെ ജീവനക്കാരിൽ നല്ലൊരു വിഭാഗം ഫീൽഡിൽ പോകേണ്ടവരാണ്. നികുതി പിരിക്കാൻ പോകേണ്ടവർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫീൽഡിൽ ജോലി ചെയ്യേണ്ടതാണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നൊക്കെ പറഞ്ഞാൽ ഫീൽഡിൽ പോയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ അവർ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവർ കസേരയിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. എന്താണോ അവരുടെ യഥാർത്ഥ ജോലി അത് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കാതെയാണ് കസേരയിൽ ആളുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഈ പരാതി ഉന്നയിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കണക്കുകൾ പരിശോധിച്ചു. ഇന്ന് നിങ്ങൾ പോയ എല്ലാ സ്ഥലത്തും കൂടി 134 ജീവനക്കാരുണ്ട്. ആ 134 ജീവനക്കാരിൽ 114 പേർ ജോലിക്ക് ഇന്ന് ഹാജരായിട്ടുണ്ട്, 20 പേർ ലീവാണ്. അനധികൃതമായി സമയത്ത് ഹാജരാകാത്ത ആരുമില്ല. 108 പേരും രാവിലെ 10 മണിക്ക് മുമ്പ് ജോലിക്ക് ഹാജരായിട്ടുണ്ട്. 6 പേർ ഫീൽഡിലാണ്, ബാക്കി 20 പേർ ലീവിലാണ്. അല്ലാത്ത ആളുകൾ ഉണ്ടാവാം ചിലയിടത്തൊക്കെ, അത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. പക്ഷേ നിങ്ങളിങ്ങനെ ചിത്രീകരിക്കുമ്പോൾ ഫീൽഡിൽ പോയവരൊക്കെ ജോലിക്ക് സമയത്ത് ഹാജരാവാത്തവരാണ് എന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ബ്യൂറോയിലെ റിപ്പോർട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡെസ്കിൽ ജോലി ചെയ്യുന്നവരെ പോലെയല്ല. ഡെസ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റിൽ കൃത്യസമയത്ത് എത്തണം അല്ലേ? അവർക്ക് അവിടെ പോയി കസേരയിൽ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നാൽ മതിയോ? ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്യൂറോയിലെ ഇപ്പോൾ സമയം എത്രയായി? 8:15. നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിലെ കസേരയിലല്ല, എൻ്റെ ഓഫീസിലെ കസേരയിലാണ് ഇരിക്കുന്നത് അല്ലേ? നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയാണ് LSTDയിലെ ജീവനക്കാരും ചെയ്യുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ അയാളുടെ കസേരയിൽ നിന്ന് അനങ്ങാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? ഓവർസിയർ സ്വന്തം കസേരയിൽ നനങ്ങില്ല, അങ്ങനെ അയാൾ കാര്യങ്ങൾ വല്ലതും നടക്കുമോ? അപ്പോൾ അത് മനസ്സിലാക്കണം. അത് ഒന്ന് റിപ്പോർട്ടർമാരോട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ എന്നൊന്ന് പറയുന്നത് നല്ലതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം, പോകുന്നതിൽ തെറ്റില്ല, ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിനും തെറ്റില്ല. അതിൽ നിന്ന് സർക്കാരിന് സഹായകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ പോയിട്ട് നിങ്ങൾ ആ രേഖ എടുക്കൂ, രജിസ്റ്റർ ഒന്നെടുത്ത് കാണിക്കൂ എന്നൊന്നും പറയുന്നത് ശരിയല്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. ഒരു രജിസ്റ്ററും പോയിട്ട് പരിശോധിക്കാൻ ഒരു റിപ്പോർട്ടർക്കും അധികാരമില്ല. ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ 10 മണി എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ടൈം വേണം. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടക്കുന്നുണ്ടെങ്കിൽ ഓഫീസിലെ കസേരയിൽ പോയിരിക്കുമെങ്കിൽ അതിനർത്ഥം നിങ്ങളെ പണിക്ക് പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയല്ലേ? സെക്രട്ടേറിയറ്റിലെ സമരം കവർ ചെയ്യാനാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ 10 മണിയായി, അയ്യോ കൃത്യം 10 മണിയായി, ഞാൻ ഓഫീസിലെ കസേരയിൽ പോയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇവിടെ ഞാൻ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. ഇന്ന് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾ 6 പേരാണ് 10 മണിക്ക് അവിടെ എത്താത്തത്. അവർ ഫീൽഡിലുണ്ടായിരുന്നവരാണ്. അത് അവർ തന്നെ പറയുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ ദൃശ്യങ്ങളിൽ നിന്ന്. ഞാൻ കണ്ടില്ല, പക്ഷേ ഞാൻ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അവർ പറയുന്നുണ്ട്, മറ്റുദ്യോഗസ്ഥർ പറയുന്നുണ്ട്, ജനങ്ങൾ വരെ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ടിവിസം ആകാം, പക്ഷേ ആ ആക്ടിവിസം അതൊരു പരിധിയുണ്ട്, അത് വസ്തുനിഷ്ഠവുമാവണം. തെറ്റായൊരു ചിത്രം നൽകാൻ ഇടയാക്കുന്നു എന്നാവരുത്, അത്രയേ ഉള്ളൂ. തെറ്റായ ചിത്രം നൽകാൻ ഇടയാക്കരുത്. മാത്രമല്ല, മോറൽ പോലീസിങ് പോലെ തന്നെയാണ് ഒരു പോലീസിങ് നടപ്പാക്കാൻ ചെല്ലുന്നത്. നിങ്ങൾ പോയിട്ട് സെക്രട്ടറിയോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, നിങ്ങൾ ആ രേഖ എടുക്കൂ, രജിസ്റ്റർ എടുക്കൂ, കാണട്ടെ എന്നൊക്കെ. അതൊന്നും പറയാൻ റിപ്പോർട്ടർമാർക്ക് അധികാരമില്ല.
ബാക്കിയൊക്കെ നിങ്ങൾക്കാവാം. അതുപോലെ തന്നെ പല ജില്ലകളിലും ഒരു പഞ്ചായത്തിൽ കണ്ടു, നമ്മൾ മാധ്യമപ്രവർത്തകർ പുറത്തുണ്ട് എന്ന് അറിഞ്ഞിട്ടും വൈകി വന്ന പല ജീവനക്കാരും ബാക്കിലൂടെ അല്ലെങ്കിൽ പുറകുവശത്തുകൂടെ കയറിയ ഒരു സംഭവം അടക്കമുണ്ട്. പല പഞ്ചായത്തെന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാം, അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. പക്ഷേ ഈ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരുടെ കൂടി മുറയിൽ തകർക്കുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അത് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്. നിങ്ങളൊരു ജോലി ചെയ്യുകയാണ്, ആ ജോലി നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടിയായിരിക്കാം. പക്ഷേ അതിനിടയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, LSTDയിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ജോലി ഭാരം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ ജോലി ചെയ്യുന്നവരെ കൂടി നിരുത്സാഹപ്പെടുത്തരുത്. ജോലി ചെയ്യാത്ത കൂട്ടർ എല്ലാ രംഗത്തും ഉണ്ടാവും, അത് മാധ്യമ മേഖലയിലും ഉണ്ടാവും, എല്ലാ രംഗത്തും ഉണ്ടാവും. അത്തരം ആളുകളുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളും അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ അക്കാര്യത്തിലൊക്കെ പരിശോധനയും നടപടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞായറാഴ്ച അവധി ഒഴിവാക്കി ജോലിക്ക് വന്ന് അതിനിടയിൽ ഒരു റീല് ചിത്രീകരിച്ചതിൻ്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വേട്ടയാടലിനിരയായാലോ ജീവനക്കാർ, അതുപോലെ ആത്മാർത്ഥമായിട്ട് സമയത്ത് എത്തുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരെ കൂടി മോശക്കാരാക്കുന്ന തരത്തിലാവരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.